അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള മാന്യ മുസ്ലിം സുഹൃത്തുക്കളെ, പണ്ഡിതന്മാരെ, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തകന്മാരെ, ഭാരവാഹികളെ, വിശിഷ്യ എന്റെ സ്നേഹമുള്ള ആലിമീങ്ങളെ, സയ്യിദന്മാരെ, പ്രമുഖ വ്യക്തിത്വങ്ങളെ, എന്റെ മുമ്പിലിരിക്കുന്ന ഹനീഫ് മദനി എന്ന യുവ പണ്ഡിതൻ ഞങ്ങളുടെ പാപ്പംകോയ തങ്ങൾ നഗറിലുള്ള തങ്ങൾ പള്ളിയിൽ വെച്ചു ഇൽമു പഠിക്കുകയും ഈ പള്ളിയിലും മറ്റു പല സ്ഥലങ്ങളുള്ള പള്ളികളിലും ഖത്തീബായും മുദരിസുമായും എല്ലാം സേവനം ചെയ്തുകൊണ്ടിരുന്ന ഒരു യുവ പണ്ഡിതനായിരുന്നു. ഇപ്പോൾ 2.5-3 വർഷത്തോളമായി അദ്ദേഹത്തിന് വൃക്ക അഥവാ കിഡ്നി സംബന്ധമായ അസുഖം കാരണം ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ക്ഷീണിതനാണ്. ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടുപോയി. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു. ഇപ്പോൾ വിദഗ്ധന്മാരായ ഡോക്ടർമാരുടെ അഭിപ്രായം അനുസരിച്ച് കിഡ്നി മാറ്റിവെക്കണം എന്നതാണ് അവരുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനം. അതിന് ഏകദേശം 50 ലക്ഷത്തോളം രൂപയാണ് ചെലവ്. വളരെ സാധുവായി വളർന്ന ഒരു പണ്ഡിതനാണ്. വാപ്പയാണെങ്കിൽ സുഖമില്ലാതെ വാർദ്ധക്യസഹജമായി ഇപ്പോൾ വീട്ടിലാണ്. കുട്ടികളും ഭാര്യയും എല്ലാം ഉണ്ട്. ആ നിലക്ക് അദ്ദേഹത്തെ സഹായിച്ചു. അള്ളാഹുവിന്റെ വേണ്ടുക ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്തുക എന്നുള്ളത് നാം എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്, കടമയാണ്. അള്ളാഹു അയാൾക്ക് ആ ലോകത്തിൽ ശിഫയാക്കട്ടെ. മറ്റുള്ളവർക്ക് അങ്ങനെയുള്ള രോഗമില്ലാതെ അള്ളാഹു സലാമത്താക്കി തരണം. അതിനെ നമുക്ക് ദുആ ചെയ്യാം. അതുകൊണ്ട് ഞാനിപ്പോൾ അഭിസംബോധന ചെയ്യുന്ന എന്റെ വോയിസ് കേൾക്കുന്ന എല്ലാവരും സംഘടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വൃക്ക മാറ്റിവെക്കൽ എന്നുള്ള ശസ്ത്രക്രിയക്ക് സഹായിക്കണം, സഹകരിക്കണം എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയാണ്.